അവിടെ പോയിരിക്കണം പുള്ളിക്കാരി കണ്ടോ ക്ലൈമാക്സ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ദൃശ്യം 3 എന്താ പറയുക, എല്ലാവർക്കും അറിയേണ്ടത് എത്ര ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഇതൊക്കെയാണ്, ഇത് അങ്ങനെ ഇങ്ങനെയാണ്. ഞാൻ ദൃശ്യം ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അതൊരു ഇമോഷണൽ ഡ്രാമയാണ് അതിന്റെ കാരണം രണ്ട് ഫാമിലിയിൽ രണ്ട് അമ്മമാരുടെ ഇമോഷൻ, രണ്ട് അച്ഛന്മാരുടെ ഇമോഷൻ, പിന്നെ കുട്ടികളുടെ ട്രോമ ഇമോഷൻ, അതാണ് ശരിക്കും ഈ സിനിമയെ പ്രതിപാദിക്കുന്ന വിഷയം. അതിനകത്ത് കുറച്ച് ക്രൈമും കാര്യങ്ങളും വന്നു. സ്വാഭാവികമായിട്ട് ആ ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ പറയുന്ന പോലെ ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ നടക്കുന്ന കുറച്ച് ഡെസ്പറേറ്റ് ആയിട്ടുള്ള കുറച്ച് അറ്റംപ്റ്റ്സ് അത് അതിന്റെ കഥാഗതിയിൽ നിങ്ങളെ ചില സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടും സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങൾ. അപ്പൊ നിങ്ങളത് ആ ട്വിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് സിനിമയുടെ ഒരു കോർ എലമെന്റിൽ നിന്ന് പോയ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കര. അപ്പോൾ 1 ആയാലും 2 ആയാലും 3 ആയാലും ഞാനിതിനെ ഈ ഫ്രാഞ്ചൈസിനെ ഇതൊരു ഇമോഷണൽ ഡ്രാമയായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്.